الحمد لله الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, നമ്മുടെ നന്മക്കായി നമ്മുടെ റബ്ബ് നമ്മോട് കൽപ്പിച്ച കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിനായി വിശ്വാസികൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ഹജ്ജിന് പോയവരിലുണ്ടാകാം. അതുപോലെ എത്രയോ ആളുകൾ പോകുമ്പോഴും പോകുവാൻ കഴിയാതെ ഒരുപാട് ആശിച്ചിരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ചെറുപ്പം മുതലുള്ള ഓരോ മുസ്ലിമിൻ്റെയും ആഗ്രഹമാണ് 5 നേരവും നിന്ന് നമസ്കരിക്കുന്ന, തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആ ഭവനം ഒന്ന് കൺകുളിർക്കെ കാണുക എന്നുള്ളത്. അതാഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല എന്നതാണ്. ആ ഭവനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ഇന്ന അവ്വല ബൈതി ഉളിയ ലിന്നാസ് ലില്ലസീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാൻ 96-97 വചനങ്ങളിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമുഖത്ത് സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഒന്നാമത്തെ വീടാണ് അത് എന്നാണ്. ലില്ലദീ ബിബക്കത മുബാറകൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആശീർവദിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ബർക്കത്തുള്ള
ആ ഭവനം, ലില്ലദീ ബിബക്കത, ബക്ക എന്നറിയപ്പെടുന്ന, മക്ക എന്നറിയപ്പെടുന്ന ആ മക്കയിലുള്ള ആ ഭവനം, വഹുദൽ ലിൽ ആലമീൻ, ലോകരായ മുഴുവൻ ആളുകൾക്കും, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനം ആ ഭവനത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നു, ഫീഹി ആയത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, അതുപോലെ അതിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്, വിശിഷ്യ മഖാമു ഇബ്രാഹിമിൽ, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സ്ഥലത്ത്. വമൻ ദഖലഹു കാന ആമിന, ആ മക്കയിലേക്ക് ആരാണോ പ്രവേശിക്കുന്നത് അവൻ നിർഭയനാണ്, അവൻ ഒരാളെയും പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവൻ അവിടെ നിർഭയത്വത്തോടുകൂടിയാണ് അവൻ അവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, അതിലേക്ക്, ആ വീട്ടിലേക്ക് ഹജ്ജ് ചെയ്യൽ, മനുഷ്യർക്ക് അതിലേക്ക് ചെന്നെത്താനുള്ള മാർഗം അത് സാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് ലഭിച്ച ആളുകൾക്ക് അള്ളാഹുവിനോട് വലിയ ബാധ്യതയുണ്ട്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അതുപോലെ വല്ലവരും അതിൽ അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു അത്തരം ആളുകളെ സംബന്ധിച്ച് അനാശ്രയനായിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലോകരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അനാശ്രയനായിരിക്കുന്നു. ആരെങ്കിലും നിഷേധിച്ചാൽ അത് അവന് നഷ്ടമായി, അള്ളാഹുവിന് അതിലൊന്നും നഷ്ടമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയുടെ ശ്രേഷ്ഠത അവിടുത്തെ പൂർവീകരായ മുശ്രിക്കീങ്ങളായ ആളുകളിൽ നിന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു തന്നെ വളർന്നു വന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്ത് തന്നെ ആളുകൾ ഹജ്ജിന് വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പും ശേഷവും ആ മക്കയിൽ, കഅബയിൽ, മസ്ജിദുൽ ഹറമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചിരുന്നു. എന്നാൽ നമസ്കാരം നിർബന്ധമാക്കിയത് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടെ നമസ്കരിക്കുക എന്നുള്ളത് അത് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നില്ല, മറിച്ച് മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബലയായ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയായിരുന്നു നിർബന്ധമാക്കിയത് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുവാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. പ്രവാചകന്റെ മനസ്സുകളിൽ ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ആദർശപിതാവ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം സ്ഥാപിച്ച, ഈ ഭൂമുഖത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ആ ഭവനം, പ്രത്യേകിച്ച് പ്രവാചകന്റെ ജന്മനാടുമായിട്ട് പ്രവാചകൻ ഏറെ ബന്ധമുള്ള ഒരു ദേശം കൂടി, ഒരു സ്ഥലം കൂടി, അങ്ങനെ പ്രവാചകൻ ഏറെ താല്പര്യവും ആഗ്രഹവുമുണ്ട്. പ്രവാചകൻ ആ ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച്, ആകാശത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ച് നമസ്കരിക്കുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 144 വചനത്തിലൂടെ വിശദീകരിക്കുകയാണ്. അങ്ങനെ ആഗ്രഹത്തോടു കൂടി ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമിറങ്ങുന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നിന്റെ മുഖത്തെ നീ മസ്ജിദുൽ ഹറമിലേക്ക് തിരിച്ചുകൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന വരികയാണ്. അതിനുശേഷം അങ്ങോട്ട് പിന്നെ വിശ്വാസികളുടെ, മുസ്ലിമീങ്ങളുടെ, ഇനി ലോകത്ത് അവസാനം വരുന്ന ഒരു വിശ്വാസിയുടെ പോലും ഖിബ്ല എന്ന് പറയുന്നത്, അവൻ നമസ്കരിക്കേണ്ടത് അത് മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്, കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് വിശ്വാസികൾ നമസ്കരിക്കുന്നത്. ആ കഅബാലയം കാണാൻ, ആ മസ്ജിദുൽ ഹറം എന്ന് കാണുവാൻ, ദർശിക്കുവാൻ വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ട്.
അങ്ങനെ ആഗ്രഹം വെച്ച് സാമ്പത്തികമായും അതേപോലെ ശാരീരികമായും ഒക്കെ അതിന് അവസ്ഥ വന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി ഹജ്ജിന് പുറപ്പെട്ടവരാണ് നമ്മിൽ നിന്നും ഹജ്ജിലേക്ക് പുറപ്പെട്ട ഓരോ ആളുകളും. ആ ഹജ്ജിലൂടെ വിശ്വാസിക്ക് ലഭിക്കുന്നത് വലിയ വലിയ പ്രതിഫലങ്ങളാണ്. ഏറ്റവും വലിയ പ്രതിഫലങ്ങളാണ് അവിടെ വിശ്വാസികളെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതായ കർമ്മം, ചെറുപ്പം മുതലേ നാം എല്ലാവരും എണ്ണിപ്പഠിക്കുകയും പോകണമെന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യുന്ന ഹജ്ജ്. ആ ഹജ്ജിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമായ സമയത്ത് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: യാ അംർ അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ. ഇസ്ലാം ആയാൽ ഇസ്ലാമിന് മുമ്പുള്ള ചെയ്തു പോയത് മുഴുവനും പൊറുക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിലേക്കൊരു മടക്കമില്ല. പിന്നെ അതിൻ്റെ പേരിൽ നിന്നെ ശിക്ഷിക്കുകയില്ല. അതിൻ്റെ പേരിൽ പിന്നെ പണ്ട് ചെയ്ത പാപത്തിന്റെ പേരിൽ ഒരു ശിക്ഷയോ ഒരു കാര്യമോ ഇല്ല. അതിൻ്റെ പേരിൽ ഒരു ശിക്ഷയും ഉണ്ടാവുകയില്ല. അതേപോലെ വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ, അതേപോലെ ഹിജ്റയും അപ്രകാരമാണ്. ഹിജ്റയ്ക്ക് ശേഷം പിന്നെ ഹിജ്റയ്ക്ക് മുമ്പ് ചെയ്തു പോയ അത്തരത്തിലുള്ള പാപങ്ങൾ അത് പടച്ചറബ് പൊറുക്കപ്പെടുമെന്നാണ്. അതിൻ്റെ പേരിൽ പിന്നെ ചോദ്യങ്ങളില്ല എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്രയും ത്യാഗം സഹിച്ചുകൊണ്ടാണ് പ്രവാചകനും സ്വഹാബയും ഹിജ്റ ചെയ്തത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. അതുപോലെ തന്നെയാണ് ഹജ്ജ്. ഹജ്ജിന് മുമ്പ് പിന്നെ ചെയ്തു പോയത് അതിനെക്കുറിച്ച് പിന്നെ ചോദ്യമില്ല, അതിനെക്കുറിച്ച് പിന്നെ ശിക്ഷയില്ല, അതിനെക്കുറിച്ച് പിന്നെ ഒരു വിചാരണയില്ല. അതോടുകൂടി കഴിഞ്ഞു. ഹജ്ജിന് ശേഷം അവന് പിന്നെ അവൻ മുമ്പ് ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം: മൻ ഹജ്ജ ഫലം യർഫുസു വലം യഫ്സുഖ്. ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, എന്നിട്ട് അവൻ നീചമായതും നിഷിദ്ധമായതുമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട്, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവൻ ആ ഹജ്ജിൽ നിന്നും വിരമിക്കുന്നത് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചിട്ടത് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും: അൽ ഉംറതു ഇലൽ ഉംറ. ഒരു ഉംറ കഴിഞ്ഞാൽ അടുത്ത ഉംറ വരെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. കഫാറത്തുൻ, അതുവരെ അവന് പാപമോചനമുണ്ട് എന്നുള്ളതാണ്. ആ രണ്ടുംറകൾക്കിടയിലുള്ള പാപങ്ങൾ അവന് പുറത്തു കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: വൽ ഹജ്ജുൽ മബ്റൂർ. അതേപോലെ മബ്റൂറായ ഹജ്ജ് എന്ന് പറയുന്നത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വളരെയധികം പുണ്യമുള്ള ഒന്നാണ് ആ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. നമ്മിൽ നിന്നും, നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിന് പോയ ആളുകളുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറായ മഖ്ബൂലായ ഹജ്ജുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളാണിത്. ഇത് നമ്മൾ പലപ്പോഴും അറിഞ്ഞവരാണ്, കേട്ടവരാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില ആളുകൾക്ക് ഹജ്ജിന് വേണ്ടി സാമ്പത്തികമായും കഴിവുണ്ട്, ശാരീരികമായി കഴിവുണ്ട്. നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ, ഹജ്ജിന് വേണ്ടിയുള്ള യാത്രക്കുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെയൊക്കെ അവസരങ്ങൾ ലഭിക്കും. ഇങ്ങനെയൊക്കെ ആയാലും ചില ആളുകൾ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്: കുറച്ചുകൂടെ കഴിയട്ടെ, മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കട്ടെ,
മക്കളുടെ കല്യാണങ്ങളൊന്ന് കഴിയട്ടെ, ആ ബാധ്യതകളൊന്നൊക്കെ നിർവഹിക്കട്ടെ, എല്ലാ ബാധ്യതകളും ഒക്കെ ഒന്ന് തീരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്, എന്നൊക്കെ പറഞ്ഞ് കാത്തു നിൽക്കുന്ന യുവാക്കളുണ്ട്. ചിലതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കാത്തു നിൽക്കുന്ന യുവാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് കാത്തു നിൽക്കുന്നത്? അങ്ങനെ ഒരു കാത്തിരിപ്പില്ല. അതിന് സമയമായി, സന്ദർഭമായി, സാഹചര്യമൊരുങ്ങിയാൽ അതിന് നമ്മൾ തയ്യാറെടുക്കണം. അവിടെ പടച്ചറബിന്റെ വിളിയുണ്ടാകുമ്പോൾ നമ്മൾ ആ ഹജ്ജിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യണം. കാരണം ആ കാത്തിരിപ്പിനൊടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മാവിനെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിച്ചാൽ നിർബന്ധ കർമ്മം ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ട് ആ നിർബന്ധ കർമ്മം നിർവഹിക്കാത്തവരുടെ പട്ടികയിൽ നമ്മൾ ഉൾപ്പെടുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു കാത്തിരിപ്പ് വിശ്വാസിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് സന്ദർഭവും സാഹചര്യവും എല്ലാം ഒരുങ്ങി ആരോഗ്യമുള്ള സമയത്താണ് അതൊക്കെ നിർവഹിക്കേണ്ടത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ പിടിച്ച്, പേരക്കുട്ടികൾ ഇങ്ങനെ പിടിച്ച് അവരുടെ താങ്ങുകൾ കൊണ്ട് ചെയ്യേണ്ട ഒന്നല്ല ഹജ്ജിലെ കർമ്മം എന്ന് പറയുന്നത്. അത് വലിയ ആരോഗ്യത്തോടു കൂടി നടന്നുകൊണ്ടും അതേപോലെ വലിയ ഉറക്ക തൽബിയത്ത് ചൊല്ലിക്കൊണ്ടും ആരോഗ്യത്തോടു കൂടി കൃത്യമായി ഓടേണ്ടിടങ്ങളിൽ ഓടി കൃത്യമായി നടന്നുകൊണ്ട് തന്നെ തവാഫുകൾ നിർവഹിച്ച് അങ്ങനെ നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ പൊതുവെയുള്ള ശൈലിയാണ് കുറച്ചൊന്ന് വയസ്സായി പ്രായമായിട്ട് ഏതെങ്കിലും ആളുടെ താങ്ങ് കൊണ്ട് ഹജ്ജ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ഹജ്ജല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സമയവും സന്ദർഭവും സാഹചര്യവും സാമ്പത്തികവും ഒക്കെ ഒത്തുവരുമ്പോ അതിന് തയ്യാറെടുക്കുകയും റബ്ബിന്റെ വിളിയാളം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം നൽകി പോവുകയും ചെയ്യണം വിശ്വാസികളെ. നമ്മൾ അതിനുവേണ്ടി നമ്മൾ അത്തരത്തിൽ ഒരുങ്ങണം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഹജ്ജ് ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തതും അവസാനത്തതുമായ ഹജ്ജ് അത് സ്വഹാബ ഒപ്പിയെടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന തന്നോടൊപ്പം ഹജ്ജ് ചെയ്തിരുന്ന ആളുകളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖുസൂ മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം എനിക്കൊരു ഹജ്ജ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്നും ഒപ്പിയെടുക്കണേ എന്ന് സ്വഹാബയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹജ്ജിന്റെ വേളയിലാണ് ദീന് പൂർത്തിയാക്കിക്കൊണ്ട് അൽയൗമു അക്മൽതു ലക്കും ദീനക്കും വഅത്മൻതു അലൈക്കും നിഅമതി വറളൈതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. അതിനുശേഷം ഒരു ഹലാലും ഒരു ഹറാമും ഒരു സുന്നത്തും ഒരു ബിദ്അത്തും പുതുതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. അതിനുശേഷം ഒരു സുന്നത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹലാലും ഒരു ഹറാമും ഒരു വിധികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ദീൻ അവിടെ പൂർത്തിയാക്കി. പ്രവാചകൻ കൃത്യമായി ഹജ്ജിന്റെ മനാസിക്കുകൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹജ്ജിൽ ജമ്മാക്കി നമസ്കരിക്കേണ്ട, ഖസ്റാക്കി നമസ്കരിക്കേണ്ട അവസരങ്ങൾ ഹജ്ജിന്റെ വേളകളിലുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ വന്ന് കുറെ കാലം നിൽക്കുന്നവരല്ലേ എന്ന് പറഞ്ഞ് അതുപേക്ഷിച്ച് ചെയ്യുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചുവോ അങ്ങനെ ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ഹജ്ജ് മാത്രമല്ല, എല്ലാ കർമ്മവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വേണം. എല്ലാ കർമ്മങ്ങൾക്കും 2 നിബന്ധനകളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് ഇഖ്ലാസ് ആണ്, മറ്റൊന്ന് ഇത്തിബാ ആണ്. ഇഖ്ലാസ് അള്ളാഹുവിനെ മാത്രമായി സമർപ്പിച്ചുകൊണ്ട് ഒരാളെയും ബോധ്യപ്പെടുത്താതെ, ഹാജി എന്ന പേര് കിട്ടാൻ വേണ്ടി ഹജ്ജ് ചെയ്യാതെ, ഒരാൾക്കും വേണ്ടിയല്ലാതെ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് പ്രവൃത്തി, നമസ്കാരമാകട്ടെ നോമ്പാകട്ടെ എല്ലാം അങ്ങനെ. ഇത്തിബാ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചുവോ, കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടോ അപ്രകാരം നമസ്കരിക്കുക. ഞാൻ എങ്ങനെ നോമ്പ് പഠിപ്പിച്ചു അപ്രകാരം നോമ്പ് നോൽക്കുക. ഞാൻ എപ്രകാരം നോമ്പ് മുറിക്കാൻ പറഞ്ഞു അപ്രകാരം നോമ്പ് മുറിക്കുക. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ എങ്ങനെ ചെയ്തോ അങ്ങനെയാണ് എല്ലാ കർമ്മങ്ങളും. എല്ലാ കർമ്മങ്ങൾക്കും വേണ്ടി 2 നിബന്ധനകളാണ്, ഇഖ്ലാസും ഇത്തിബാവും. പ്രവാചകന്റെ മാതൃകകൾ എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് പഠിപ്പിച്ചു തന്നു. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ വിളംബരത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് നാം എല്ലാവരും ഹജ്ജിന് വേണ്ടി പോകേണ്ടതും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ പോയതും. വഅസ്സിന ഫിന്നാസ് ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി വിളംബരം നടത്തിക്കൊള്ളുക എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതാ ആ സമയങ്ങളിൽ ഹജ്ജിന് വേണ്ടി നീ വിളംബരം നടത്തിയാൽ ആളുകൾ വിദൂരമായ സകല മലമ്പാതകളും കയറിക്കൊണ്ട് വിവിധങ്ങളായ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളിലൂടെ പല കയറ്റങ്ങളും കയറിക്കൊണ്ട് നിന്റെ അടുക്കലേക്ക് വരുന്നത് കാണാമെന്ന് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് 27-ാമത്തെ സൂക്തത്തിൽ പറയുകയാണ്. ഇന്നല്ലേ വിമാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായത്. അന്നത്തെ കാലത്ത് പലതരത്തിലും പ്രയാസങ്ങൾ സഹിച്ച് ഹജ്ജിന് പോയ എത്രയോ ആളുകളുണ്ട്. അതേപോലെ കപ്പലുകളിൽ പോയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്രയോ വാർദ്ധക്യമായ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാകും കപ്പലിന് ഹജ്ജിന് പോയ ആളുകൾ. അതുപോലെ അത്തരത്തിൽ ദിവസങ്ങൾ നീണ്ട യാത്രകൾ ചെയ്ത വല്യപ്പമാരുടെ വല്യമ്മമാരുടെ കഥകൾ കേട്ടവരാണ് നമ്മൾ പലതും. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ എന്ത് സൗന്ദര്യമാണ് ആ മക്കൾക്കുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ പച്ചപ്പും ഹരിതാപവും അവിടെയുണ്ടോ? പുഴകളും നദികളും കാണാൻ അത്രയും സൗന്ദര്യമുള്ള ഭൂപ്രകൃതി അവിടെയുണ്ടോ? ഒന്നുമില്ല. കരിങ്കല്ലുകളാലുള്ള വലിയ വലിയ കുന്നുകളും വലിയ വലിയ മലകളും അതേപോലെ മരുഭൂമി മാത്രം കാണാൻ ഒന്നുമില്ലാത്തൊരു പച്ചപ്പുമില്ലാത്തൊരു ഭംഗിയുമില്ലാത്തൊരു പ്രദേശം. കരിങ്കല്ലുകൾ കൊണ്ട് കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം. ആ ഭവനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഖലീലുള്ളയുടെ വിളി കേട്ടുകൊണ്ടാണ് പോകുന്നത്. അവിടെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഇത് റബ്ബിന് വേണ്ടിയാണ് എന്നുള്ള ഒറ്റ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതാണ് ഹജ്ജിന്റെ പാഠങ്ങൾ. അതാണ് ഹജ്ജ് നമുക്ക് തരുന്ന ചില പാഠങ്ങൾ എന്ന് പറയുന്നത്. ഹജ്ജ് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ആ ഹജ്ജിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ പാഠം എന്ന് പറയുന്നത് ഹജ്ജിലെ തൽബിയത്താണ്. തൽബിയത്ത് മുഴക്കിക്കൊണ്ടാണ് ഹാജിമാര് പോകുന്നത്. തൽബിയത്ത് എന്ന് പറയുന്നത് അത് ഹജ്ജിലെ നമസ്കാരത്തിൽ തക്ബീർ അപ്രകാരമാണോ അപ്രകാരമാണ് ഹജ്ജിലെ തൽബിയത്ത് എന്ന് പറയുന്നത്. തവാഫിലേക്ക് ഇങ്ങനെ നീങ്ങുമ്പോ, ഇഹ്റാമിന്റെ വേഷത്തിൽ ഇങ്ങനെ നീങ്ങുമ്പോ ആ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് നീങ്ങുന്നത്. ആ തവാഫ് കഴിഞ്ഞ് പിന്നെ അറഫയിലേക്ക് ഹാജിമാര് പോകുമ്പോ ആ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് നീങ്ങുന്നത്. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങുമ്പോ ആ മുസ്ദലിഫയിലേക്ക് നീങ്ങുന്നത് ആ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ്. മുസ്ദലിഫയിൽ നിന്ന് ജംറയിലേക്ക് പോകുമ്പോ അവിടെ നിന്നും പോകുന്നത് ആ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ്. അവസാനം വിരമിക്കലിന്റെ തവാഫിന് വേണ്ടി പോകുമ്പോ അവിടെയും ചൊല്ലുന്നത് ആ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് അവിടെയും പോകുന്നത്. നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ നിന്ന് റുക്കൂയിലേക്ക് പോകുമ്പോ, അതേപോലെ ഇഅ്തിദാലിൽ നിന്നും സുജൂദിലേക്ക് പോകുമ്പോ സുജൂദിൽ നിന്നും സുജൂദിലേക്കും അങ്ങനെ പോകുമ്പോ തക്ബീർ എപ്രകാരം ചൊല്ലുന്നു അതേപോലെയാണ് തൽബിയത്ത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ തൽബിയത്തിൽ ഉണ്ട് ഹജ്ജിന്റെ എല്ലാം എന്നുള്ളത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അതെ, ആ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് ഓരോ ഹാജിമാരും ഹജ്ജിന് വേണ്ടി പോകുന്നതും ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടിതാ ഞാനിതാ വന്നിരിക്കുന്നു. നിന്റെ വിളി ഇതാ ഞാൻ കേട്ടിരിക്കുന്നു. എങ്ങനെയുള്ളവനാണ് നീ? നിനക്ക് നിന്റേതായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതിലൊരു പങ്കാളികൾ നിനക്കില്ല. ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് ഒരു പങ്കാളികളും ഇല്ല കേട്ടോ. നിന്റെ സൃഷ്ടിപ്പിൽ, അതേപോലെ നിന്റെ സംരക്ഷണത്തിൽ, നിനക്കുള്ള ആരാധനയിൽ ഇതിലൊന്നും ഒരു നിലക്കുമുള്ള പങ്കാളിയുമില്ല കേട്ടോ എന്ന് റബ്ബിനോട് പ്രഖ്യാപിച്ചുകൊണ്ട്, ആ വലിയൊരു തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൽ ഹംദ വന്നിഅമത്ത്, അതെ, എല്ലാ നന്ദികളും എല്ലാ സ്തുതിയും നിനക്കുള്ളതാണ്. ഞങ്ങൾക്ക് ഹജ്ജിന് അവസരം നൽകിയ, ഞങ്ങൾക്ക് എല്ലാറ്റിനും അവസരം നൽകിയ നിനക്കാകുന്നു സർവസ്തുതിയും. വന്നിഅമത, നീ നൽകിയ ഞങ്ങളുടെ മുഴുവൻ അനുഗ്രഹങ്ങൾക്ക് അതെല്ലാം നിന്നിൽ നിന്നാണ് ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്.
ലക വൽ മുൽക്ക്, നിനക്കാകുന്നു സർവാധിപത്യവും നിനക്കാകുന്നു, ലാ ശരീക്ക്, നിനക്കൊരു പങ്കാളിയും ആ ഒരു വിഷയത്തിലും ഇല്ല എന്ന് റബ്ബിനോട് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്ന തൽബിയത്ത്. ആ തൽബിയത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ മനാസിക്കുകൾ പ്രവാചകനിൽ നിന്ന് ഒപ്പിയെടുത്ത് ഈ സമൂഹത്തിന്, സമുദായത്തിനെ പഠിപ്പിച്ചത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ആ ജാബിർ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ മനാസിക്കുകൾ ഇങ്ങനെ തുടങ്ങുമ്പോ അതുമായി ബന്ധപ്പെട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഹല്ല ബിത്തൗഹീദ്, ആ ഹജ്ജിന്റെ തുടക്കം അത് തൗഹീദിൽ നിന്നാണ് എന്നുള്ളതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വലിയ ആദർശം എന്ന് പറയുന്നത് അത് ആ തൗഹീദാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ചത് ആ തൗഹീദാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നബുവത്ത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. തൗഹീദ് മാത്രമേ പറയുവാനുള്ളൂ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതെ, അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആദർശമാണ്. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശമാണ്, ദീനാണ്. ആ തൗഹീദ് തന്നെയാണ് ഏത് കാലത്തും സുന്ദരവും സൗന്ദര്യവും വിശ്വാസികൾക്ക് പറയുവാനുള്ളത് അതേ തൗഹീദാണ് എന്ന ആളുകളോട് പറയണം. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറഞ്ഞ് തൽബിയത്ത് ചൊല്ലി പോകേണ്ട ഹജ്ജിന് വേണ്ടി ചില ആളുകൾ നാടുകളിൽ നിന്നും യാത്ര തിരിക്കുമ്പോ വളരെ ഖേദകരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു, സങ്കടകരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു. കഴിഞ്ഞ വർഷം വലിയ ത്യാഗമായി എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരാൾ നടന്നു പോയില്ലേ? എവിടെ നിന്നാണ് നടന്നു പോയത്? ചില തങ്ങന്മാരുടെ സമീപത്ത് പോയിട്ട് ചില മന്ത്രവാദങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് മമ്പറത്തേക്ക് നീങ്ങിയിട്ട് മമ്പറത്തിൽ നിന്ന് CM മടവൂരിലേക്ക് നീങ്ങിയിട്ട് കേരളത്തിലെ സകല മക്കാമുകളും സന്ദർശിച്ച് അവസാനം ഇറാനിലും ഇറാഖിലും പോയി ഷിയാക്കളുടെ മക്കാമിലും മക്ബറകളിലും പോയി അത് അവിടൊക്കെ സന്ദർശനം നടത്തി സിയാറത്ത് നടത്തിയിട്ട് എന്നിട്ട് പറയുന്നു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക എന്ന്. എങ്ങനെയാണ് അത്തരം ആളുകൾക്ക് പറയുവാൻ സാധിക്കുന്നത്? റബ്ബല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ ഹാജിമാരും ഹജ്ജ് ചെയ്യേണ്ടത്. ആ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഹജ്ജിന് പോകുന്ന എത്ര ആളുകൾ, എത്ര ഉമ്മമാർ, എത്ര ആ തൗഹീദ് പ്രഖ്യാപിച്ച ഭൂമിയിലേക്ക്, തൗഹീദ് പ്രഖ്യാപിച്ച ഖലീലുള്ളാഹ്ക്ക് ഉത്തരം നൽകുവാൻ ആ ഖലീലുള്ളാഹയുടെ വിളംബരം കേട്ടുകൊണ്ട് പോകുന്ന, റബ്ബേ നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾ പല ജാറങ്ങളും കയറി പല ആളുകളെയും കണ്ട് ആശീർവാദങ്ങൾ നേടിയിട്ട് അത്തരത്തിലൊക്കെ പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ നിന്നും അത്തരത്തിൽ ഹജ്ജിന് പോകുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കണം, ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അവിടെ ഹജ്ജിന് പോയത് അത് ഖലീലുള്ളാഹയുടെ ഓർമ്മ പുതുക്കാനാണ്, ഖലീലുള്ളാഹയുടെ വിളംബരത്തിന് പൂർത്തീകരിക്കാനാണ്. അവിടെ നിന്ന് വിളംബരം നടത്തിയ ഏക വിളംബരം അത് തൗഹീദാണെന്ന് പറഞ്ഞു കൊടുക്കണം, സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ അയൽവാസികൾ, നാട്ടുകാർ ഹജ്ജിന് പോകുമ്പോ അതിന് മുന്നോടിയായി ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ, സിയാറത്ത് നടത്തുവാൻ പോകുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയല്ല കേട്ടോ, ഇതല്ല കേട്ടോ ഹജ്ജ് എന്ന് പറഞ്ഞ് ഇങ്ങനെയല്ല ഹജ്ജിന് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്തിരുന്നു എന്ന് സൂചിപ്പിച്ചുവല്ലോ. അവരുടെ തൽബിയത്ത് എങ്ങനെയായിരുന്നു? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ലക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക്. നിനക്കൊരു പങ്കാളിയുണ്ട്, പക്ഷേ അത് നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക്, അവനെ ഉടമപ്പെടുത്തിയത് നീയാണ്, നിന്നിൽ നിന്നുള്ളതാണ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ തൽബിയത്ത് ചൊല്ലുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ വാദിച്ചിരുന്ന ചില വാദങ്ങളുണ്ട്. അത്തരം ആളുകൾ പങ്കുചേർക്കുന്നത് ഹാ ഉലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്തും. സൂറത്തുൽ യൂനുസ് 18-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി ദുൽഫ, അല്ലാഹുവിങ്കലേക്ക് അടുപ്പിക്കാനാണ് ഇവർ, വേറെ ഒന്നിനുമല്ല. സൂറത്തു സുമർ 3-ാമത്തെ സൂക്തം ആര് പറഞ്ഞതാ? മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം ഇസ്മായിൽ നബിമാരെ ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, സഹായം തേടിയിരുന്ന, ഇസ്തിയാസ് നടത്തിയിരുന്ന, തവസ്സൽ ചെയ്തിരുന്ന ആളുകൾ പറഞ്ഞ വർത്തമാനമാണ്, ഞങ്ങൾക്ക് വേണ്ടി നാളെ പടച്ചവന്റെ അടുക്കൽ ശുപാർശ ചെയ്യും, ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നവർ ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ട്. അവരാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവരോട് പറഞ്ഞു കൊടുക്കണം, ഇത് പ്രവാചകന്റെ ആദർശമല്ല, മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ് എന്ന് അത്തരം ആളുകൾക്ക് സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ടവരെ
ഉണർത്തിക്കൊടുക്കുക എന്ന വലിയ ബാധ്യത നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിൽ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ ഹജ്ജിന്റെ ഉദ്ദേശം ഇതാണ്. അതിന് ഒരേ ഒരു ഉദ്ദേശമുള്ളത് തൗഹീദാണ്. ആ തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ, ആ തൗഹീദ് ഹജ്ജിന് പോകുന്നവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഹജ്ജിൽ നിന്നും തിരിച്ചു വരുമ്പോൾ തൗഹീദുള്ളവരായി തിരിച്ചു വരാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മിൽ നിന്നും ഹജ്ജിന് പോയ ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകാര്യപ്രദമായ ഹജ്ജ് ചെയ്ത് ഒരു പ്രയാസവും കൂടെ തിരിച്ചു വരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ. ഊസിക്കും വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തവാഫ് എന്ന് പറയുന്നത്. ആ തവാഫ് അത് കഅബക്കല്ലാതെ മറ്റെവിടെയും ചെയ്യാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇമാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും കഅബയിലേക്ക് ഖിബ്ല മാറ്റി ഇനി ഒരാൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചാൽ അയാൾ കാഫിറും മുർത്തദ്ദുമായി പോകും എന്ന് പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരാൾ കഅബ അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തെ തവാഫ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതിനേക്കാളും വലിയ പാതകം ചെയ്തവനാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാടുകളിൽ മക്കാമുകളിൽ മക്ബറകളിൽ ചെന്നിട്ട് ഇത്തരത്തിൽ തവാഫുകൾ ചെയ്യുകയും അതിനെ ചുംബിക്കുകയും അതിൽ പുതപ്പെടുത്ത് ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്ര കാഴ്ചകൾ കണ്ടു. നമ്മളോട് ചുംബിക്കാൻ പറഞ്ഞ ഒരേ ഒരു സ്ഥലം അത് ഹജറുൽ അസ്വദാണ്. അവിടെയാണ് ചുംബിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ എത്രയോ ജാറങ്ങളിൽ പോയിട്ട് മഖബറകളിൽ പോയിട്ട് അവിടുത്തെ പുതപ്പ് ചുംബിക്കുന്ന എത്ര ആളുകളുണ്ട്. ഖേദകരമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ചര്യയാണ്. ആരാണത് പഠിപ്പിച്ചത്? ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഹജ്ജിന്റെ വേളയിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഇന്നി അഅലം അന്നക ഹജർ. ഹജറുൽ അസ്വദിനെ ചൂണ്ടിയിട്ട് പറയുന്നു, എനിക്കറിയാം നീ വെറും കല്ല് മാത്രമാണ്. ലാ തളറു വലാ തൻഫഉ, നിന്നെ കൊണ്ട് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഇല്ല. ലാകിന്നി അഖ്ബലു ലഅന്നി റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ബിലുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ചുംബിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, അവിശ്വാസത്തിൽ നിന്നും ശിർക്കിൽ നിന്നും വന്ന ആളുകൾ, വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്ന ആളുകൾ, അവര് വിചാരിക്കും ഇസ്ലാമിലെ ഒരു വിഗ്രഹ പൂജയാണ് ഇതിനെ ചുംബിക്കൽ എന്ന് അവർ വിചാരിക്കുമെന്ന് കരുതിയിട്ടാവും ഉമർ റളിയല്ലാഹു അൻഹു അപ്രകാരം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത് കണ്ടിട്ട് അവിടെ ചെയ്യുന്നത് പോലെ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് പോലെ അവിടെ പോയിട്ട് ചുംബിക്കുവാൻ ഒരു അവകാശവും, മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ചുംബിക്കുവാൻ ഒരു അവകാശമോ അത്തരത്തിലുള്ള ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് പോയി തവാഫ് ചെയ്താൽ അവൻ കാഫിറും മുർത്തദ്ദുമാണ് എന്നാണ് പണ്ഡിത ലോകം വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് അത് ഉണർത്തിക്കൊടുക്കണം. ഹജ്ജിലെ മറ്റ് പ്രധാന കർമ്മമാണ് അറഫ എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ആ അറഫയിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആയിരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് റബ്ബിന്റെ ഉത്തരമുണ്ടാകുമെന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. അവിടെ ആയിരങ്ങൾ കൂടി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി റബ്ബിനോട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് തേടുമ്പോ
ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവനാണ് ഏറ്റവും വലിയ അവിശ്വാസി എന്ന്, അവന്റെ അടുക്കൽ നിന്നാണ് റബ്ബൊന്നും സ്വീകരിക്കാതിരിക്കുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതേപോലെ ഹജ്ജിന്റെ മറ്റൊരു കർമ്മമാണ് ഉളഹിയത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ നാടുകളിലും നടത്തുന്നുണ്ട്. ഉളഹിയത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ലൻ യനാലുല്ലാഹു ലുഹൂമഹാ വലാ ദിമാഉഹാ. അല്ലാഹ്ക്ക് അതിന്റെ ചോരയോ അതിന്റെ മാംസമോ ഒന്നും ആവശ്യമില്ല. അള്ളാന്റെ അടുക്കലേക്ക് അതൊന്നും എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വ. നിങ്ങളുടെ തഖ്വയാണ് റബ്ബിങ്കലേക്ക് എത്തുന്നത്. ഉളഹിയത്തിന് വേണ്ടി ഒരു പോത്തിനെ നേർച്ചയാക്കുമ്പോ, ഒരാടിനെ നേർച്ചയാക്കുമ്പോ ഇത് 4 ആൾ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ അവിടെ അത് നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. റബ്ബിനേറെ ശ്രേഷ്ഠമുള്ള, റബ്ബിനേറെ ഇഷ്ടമുള്ള വലിയ കർമ്മമാണ് ഉളഹിയത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിലും അതുമായി ബന്ധപ്പെട്ട ഉളഹിയത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തി വന്നതുപോലെ ഈ വർഷവും ഉണ്ട്. അതിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ തോതനുസരിച്ച് കൃത്യമായി അതിൽ ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, സാമ്പത്തികം കയ്യിലുണ്ടായിട്ട്, സൗകര്യങ്ങൾ കയ്യിലുണ്ടായിട്ട്, എല്ലാ ആരോഗ്യവും റബ്ബ് നൽകിയിട്ട് ഇനി കുറച്ച് കഴിയട്ടെ, ഒരു 10-60 വയസ്സാവട്ടെ എന്ന് കരുതി ഒരാളും ഹജ്ജ് പിന്തിപ്പിക്കരുത്. കഴിവുള്ള ആളുകൾ അടുത്ത വർഷത്തെ അപേക്ഷയിൽ തന്നെ കൊടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹജ്ജ് ചെയ്യുവാൻ, ആ കഅബാലയം കൺകുളിർക്കെ കാണുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഹജ്ജിന് പോയ ആളുകളുടെ ഹജ്ജുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയും അത് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന ഹജ്ജായി അവരിൽ നിന്നും സ്വീകരിച്ച് ഒരു പ്രയാസവും കൂടാതെ ഇങ്ങോട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. കറണ്ടുണ്ട്, അതേപോലെ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ആളുകൾക്കുള്ള ശമ്പളമുണ്ട്. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട് ചെലവുകളുണ്ട്. അതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും ദയവ് ചെയ്ത് നടിക്കരുതാനും. അതൊക്കെ കണ്ടറിഞ്ഞ് അത് കൃത്യമായി കൊടുക്കുവാൻ, അതിലൊരു വീഴ്ചയും വരുത്താതെ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസവരി കൊടുക്കുന്ന ആളുകൾ കൃത്യമായി അത് കൊടുത്തിട്ടുണ്ടോ, ഈ മാസം കൊടുത്തിട്ടുണ്ടോ, കഴിഞ്ഞ ഏതെങ്കിലും മാസം കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതിൽ റബ്ബ് നമുക്ക് വർധനവേ തരുകയുള്ളൂ. അതേപോലെ പള്ളിയിലെ നമ്മുടെ വെള്ളിയാഴ്ചകളിലെ ബക്കറ്റ് കളക്ഷൻ, അതിലും എല്ലാ ആളുകളും സജീവമായി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അത് കൊടുക്കാതെ നമ്മളിങ്ങനെ പൂട്ടിവെച്ചാൽ എന്നാണ് നമ്മളിൽ നിന്നും അല്ലാഹു തആല ഇതെല്ലാം എടുത്തു മാറ്റുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രളയം മതി, ഒരു ഭൂമി കുലുക്കം മതി, അതല്ലെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടം മതി, ഒരു കൊറോണ മതി, അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മതി. എത്രയോ നിലയിൽ കിടന്ന ആളുകൾ താഴത്തെ നിലയിൽ എത്തി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പടച്ച റബ്ബിന് അതെല്ലാം ചില സെക്കൻഡുകളുടെ ആവർത്തനമേ ഉള്ളൂ. അപ്പോൾ എത്ര തന്നെ റബ്ബ് നൽകിയാൽ അതിന് റബ്ബ് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് നൽകാൻ നമ്മുടെ കയ്യിലുള്ളത് മനസ്സറിഞ്ഞ് മനസ്സംതൃപ്തിയോടുകൂടി കൊടുക്കാൻ തയ്യാറാകണം. ഈ പള്ളിയിൽ സുജൂദ് ചെയ്യുന്നവരാണ് നമ്മൾ, ഈ പള്ളിയിൽ നമസ്കരിക്കുന്നവരാണ് നമ്മൾ, ജമാഅത്തിന് വരുന്നവരാണ് നമ്മൾ, ജുമാ നിർവഹിക്കുന്നവരാണ് നമ്മൾ. നമ്മളല്ലാതെ പിന്നെ ആരാണ് ഈ പള്ളിയെ സംരക്ഷിക്കേണ്ടത്? ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. ഏതെങ്കിലും ഒരാളുടെ വീട്ടിലെ സ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതല്ല. അതല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങളല്ല, ഏതെങ്കിലും സ്വകാര്യ സ്വത്തല്ല. ഇത് ഈ പള്ളിയിൽ നമസ്കരിക്കുന്ന ഓരോ ആളുകളുടേതുമാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി കൃത്യമായ അക്കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് ആ ഒരു കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ നമ്മുടെ പള്ളിയാണ് എന്ന ബോധ്യത്തോടുകൂടി കഴിയുന്നത് കൊടുക്കാൻ റബ്ബ് വർദ്ധിപ്പിച്ചു തരും. അതിലൊരു സംശയവും വേണ്ട. ആ ഒരു നിയ്യത്തുണ്ടാവണമെന്ന് മാത്രം. അത്തരത്തിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. നാഥൻ നമ്മുടെ എല്ലാ സൽപ്രവർത്തികളും അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ,
ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, നേതാക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, പല ആളുകളും ഖബറിന്റെ അടിയിലാണ് റബ്ബേ. അവരുടെ ഖബറുകൾ വിശാലമാക്കി, അവരുടെ ഖബറുകൾ സ്വർഗീയത്തോപ്പാക്കി, അവരുടെ ഖബറുകൾ സന്തോഷത്തോപ്പാക്കി നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങൾ നാളെ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകം അപ്രകാരം പ്രകാശപൂരിതമായി സന്തോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികൾ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഈ ഇഹലോകത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. സാമ്പത്തികമായി മാന്യം അനുഭവിക്കുന്നവർക്ക് അല്ലാഹുവേ അവരുടെ സമ്പത്തിൽ ഖൈറും ബർക്കത്ത് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ കടങ്ങളെ റബ്ബ് എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് എത്രയും പെട്ടെന്ന് ആ കടങ്ങൾ വീട്ടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായും കുടുംബപരമായും എല്ലാ തരത്തിലുള്ള ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്താനങ്ങളിലും ഇണകളിലും എല്ലാവർക്കും അല്ലാഹു തആല കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികൾ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. വിചാരണയുടെ ദിവസം വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നാദാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അർശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. നരകാഗ്നിയുടെ ചൂട് താങ്ങുവാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളുടെ ശരീരത്തിനാവില്ല റബ്ബേ. ആ ചൂടിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങി കുടിച്ച് ആ സ്വർഗീയ പൂങ്കാവനത്തിൽ കഴിയുന്ന, ആ ഫിർദൗസിൽ കഴിയുന്ന വിശ്വാസികളിൽ നാദാ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ റബ്ബേ, അവർക്ക് സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ക്ഷമിക്കുവാനുള്ള കഴിവിനെ അവർക്ക് ഏറ്റി റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ആത്യന്തികമായ വിജയം നീ വിശ്വാസികൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതാണ് റബ്ബേ, വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് റബ്ബേ. അത് നീ ഫലസ്തീനികൾക്ക്, വിശ്വാസികൾക്ക് നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഈ രാജ്യം, ഈ മണ്ണ് സമാധാനമുള്ള, സുരക്ഷിതമുള്ള, സഹവർത്തിത്വമുള്ള, സാഹോദര്യമുള്ള മണ്ണായി എന്ന് നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. അതിനെ കളങ്കം വരുത്തുന്ന ആളുകളിൽ നിന്നും ഈ നാടിനെ നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയവാദികളെ തൊട്ട് ഈ നാടിനെ നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين. وسلام على المرسلين.